വെൽക്കം ഓൺ. നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ തിയറി പോർഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയൊക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻ വരാൻ സാധ്യത, എങ്ങനെയാണ് അത് മനസ്സിലാക്കി കറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്, നമുക്ക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, മൈനിങ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു പോയിക്കൊണ്ടിരുന്നത്. സോ നമ്മൾ ഇതേ സബ്ജക്ട്സ് തന്നെ നമ്മുടെ ഒരു ആക്ച്വൽ പേപ്പർ, ആക്ച്വൽ മൈനിങ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർ അല്ലെങ്കിൽ ആക്ച്വൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരുടെ ഈ പേപ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ എക്സ്ട്രാ ആയിട്ട് അവർക്ക് ചെയ്യാനായിട്ട് നോർമലി കാണാറുണ്ട് ഈ പേപ്പേഴ്സിൽ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. So this is your first question. ഇത് നമ്മൾ ജനറലി നമ്മളുടെ ഒരു പോയിന്റ് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു അഗ്രികൾച്ചർ അതേപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂല് സാധാരണ ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പം അത് ഈ പേപ്പറിൽ എപ്പോഴും വരുന്നതായതുകൊണ്ട് തന്നെ നമ്മളും ഒന്ന് ഡിസ്കസ് ചെയ്ത് വെക്കാം എന്ന് തോന്നി. സോ വാട്ട് ഈസ് ദി നെയിം ഓഫ് വാട്ടർ വിച്ച് ഫ്ലോസ് അണ്ടർ ഗ്രാവിറ്റി? ഗ്രാവിറ്റിയിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ് ഈ കോൺസെപ്റ്റ്. അപ്പൊ ഞാൻ ഒരു ചെടി നടാൻ പോവാണ്. ഓക്കെ, ഇവിടെ എനിക്കൊരു ചെടി നട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ചെടി നട്ട് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? നമ്മുടെ ചെടി മണ്ണിനകത്താണ് നട്ടേക്കുന്നത്. സോ എനിക്ക് സ്മോൾ പോർട്സ് കാണാൻ പറ്റും, വലിയ വലിയ വോയിഡ് സ്പേസസ് ഇൻ ബിറ്റ്വീൻ ദി സോയിൽ എനിക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മളുടെ ഈ ഒരു സ്മോൾ പോർട്സ്, അതായത് നമ്മളുടെ മണ്ണിനകത്തുള്ള ചെറിയ ചെറിയ വോയിഡ് സ്പേസസിൽ നമുക്ക് കാണാൻ പറ്റുന്ന വെള്ളം, ഈ സ്മോൾ പോർട്സിൽ കാണാൻ പറ്റുന്ന വെള്ളത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാപ്പിലറി വാട്ടർ. ഓക്കെ, എന്താണ് സ്മോൾ പോർട്സിലുള്ളവരെ വിളിക്കുന്ന പേര്? കാപ്പിലറി വാട്ടർ. അതേസമയത്ത് കുറച്ച് ബിഗ് പോർട്സിലുള്ളവരെ നമ്മൾ കാണുന്ന വെള്ളത്തിന്റെ പേരാണ് വിച്ച് ഇസ് ഗ്രാവിറ്റേഷണൽ വാട്ടർ. ഓക്കെ, ഗ്രാവിറ്റേഷണൽ വാട്ടർ, ഗ്രാവിറ്റി കാരണമുള്ള വാട്ടർ, ഈ ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയും. ഇനി ഇതല്ലാണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ മണ്ണ്, നമ്മുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ക്ലേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് വെള്ളത്തിനെ അട്രാക്ട് ചെയ്ത് നിർത്തും, അല്ലെങ്കിൽ അബ്സോർബ്ഡ് വാട്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അബ്സോർബ്ഡ് വാട്ടർ. അപ്പൊ അങ്ങനെ അബ്സോർബ്ഡ് വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഗ്രോസ്കോപ്പിക്. ഓക്കെ, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദി നെയിം ഓഫ് വാട്ടർ വിച്ച് ഫ്ലോസ് അണ്ടർ ഗ്രാവിറ്റി? ഗ്രാവിറ്റിയിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ പേരെന്താണ്? വിച്ച് ഇസ് നോൺ ആസ് ഗ്രാവിറ്റി വാട്ടർ. അപ്പൊ ഈ 3 ടേംസ് ആണ് നോർമലി നമ്മൾ ഇറിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന വെള്ളത്തിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ണ് അബ്സോർബ് ചെയ്ത് വെക്കുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയാം. അതൊരിക്കലും നമ്മുടെ പ്ലാന്റിന്റെ ഗ്രോത്തിന് അതിന് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നമ്മുടെ പ്ലാന്റിന്റെ താഴെയുള്ള ചെറിയ സ്പോർ സ്പേസസ്, മണ്ണിനകത്തുള്ള ചെറിയ സ്പോർ സ്പേസസ് ഓക്യുപ്പൈ ചെയ്യുന്ന വെള്ളം ഉണ്ടായിരിക്കും. ആ വെള്ളമാണ് ആക്ച്വലി നമ്മുടെ റൂട്ട് സോണില് നമ്മുടെ പ്ലാന്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ. അങ്ങനെയുള്ള വെള്ളത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാപ്പിലറി വാട്ടർ. ആൻഡ് ദെൻ ഗ്രാവിറ്റി, വലിയ 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 വോയിഡ് സ്പേസസിനകത്ത് വെള്ളം ഇരുന്നാൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും? പെട്ടെന്ന് നമ്മൾ ഒഴുകി പോകാൻ തുടങ്ങും. അപ്പൊ അങ്ങനത്തെ വെള്ളത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റി വാട്ടർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ് ടു വിച്ച് പോയിന്റ് പ്ലാന്റ്സ് ക്യാൻ എക്സ്ട്രാക്ട് വാട്ടർ? ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഞാനൊരു ടേബിൾ ആയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. സോ ഞാൻ ഇവിടെ ഒരു സോൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോ നമ്മള് സോൺസ് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മെയിൻ ആയിട്ട് നമ്മൾ 3 രീതിയിൽ 3 ലെയേഴ്സ് ആയിട്ടാണ് നമ്മുടെ നമ്മുടെ മണ്ണിനകത്ത് സോൺ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ ചെടി നട്ട് വെച്ചിരിക്കുന്നതിന് താഴെയുള്ള മണ്ണ്, അതിനകത്ത് വെള്ളം ഉണ്ടായിരിക്കും. ആ വെള്ളത്തിനെ ഞാൻ 3 സോൺസ് ആക്കി ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഏറ്റവും മേളിലുള്ള സോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ. ഓക്കെ, സാച്ചുറേഷൻ ആണ് ഏറ്റവും മുകളിലുള്ള പോയിന്റ്. അപ്പൊ എന്താണ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ
സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ഫുൾ എല്ലാ വോയിഡ് സ്പേസസും എന്റെ സോയിലിനകത്തുള്ള എല്ലാ വോയിഡ് സ്പേസസും ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ പോയിന്റ്. ഇപ്പൊ നല്ലൊരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മണ്ണ് എന്ത് സംഭവിക്കും? കംപ്ലീറ്റ്ലി അതിനകത്തെല്ലാം വെള്ളം കയറി ഇരിക്കുമായിരിക്കും. അപ്പൊ അതിനെ നമുക്ക് സാച്ചുറേഷൻ എന്ന് വിളിക്കും. ഇനി നെക്സ്റ്റ് ഒരു ടേം ആണ് FC, അല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് കപ്പാസിറ്റി എന്ന് വിളിക്കും. FC ഓർ ഫീൽഡ് കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ എന്താണ് ഫീൽഡ് കപ്പാസിറ്റി നമുക്ക് നോക്കാം. സോ എന്റെ പോയിന്റ് ഈ പോയിന്റിൽ സാച്ചുറേഷൻ ആണ്, ഈ പോയിന്റിൽ ഫീൽഡ് കപ്പാസിറ്റി ആണ്. അപ്പൊ സാച്ചുറേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നല്ലൊരു മഴ കഴിഞ്ഞപ്പോൾ മണ്ണിനകത്ത് വെള്ളം കയറിയിരുന്നു. സോ മഴ ഒന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ കാണാൻ പറ്റുന്നത്? കുറെ വെള്ളമൊക്കെ എന്ത് പോയിട്ടുണ്ടായിരിക്കും? ഇറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ എങ്ങനത്തെ വെള്ളം ഇറങ്ങി പോകുന്ന നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഗ്രാവിറ്റി വാട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇറങ്ങിപ്പോയി. ബിക്കോസ് അവര് വോയിഡ് സ്പേസസിനകത്തൂടെ ഒഴുകി പോകാനായിട്ട് തുടങ്ങി. ഇനി ഫീൽഡ് കപ്പാസിറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന നെക്സ്റ്റ് പോയിന്റിന്റെ പേരാണ് നമ്മള് PWT, which is permanent wilting point, which is given over here. Okay, ഓപ്ഷൻ ബിയിൽ തന്നിട്ടുള്ള പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ്. അതായത് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് വരെ നമുക്ക് കുറച്ച് വെള്ളം എന്തായിരിക്കും? അവൈലബിൾ ആയിരിക്കും. ഗ്രാവിറ്റി വാട്ടർ ഒക്കെ ഒഴുകിപ്പോയി, എന്നാൽ അത് കഴിഞ്ഞിട്ട് സ്റ്റിൽ നമ്മുടെ മണ്ണിനകത്ത് എന്തുണ്ടായിരിക്കും? കുറച്ച് വെള്ളം നമ്മുടെ പ്ലാന്റിന് ഗ്രോത്തിന് വേണ്ടി അവൈലബിൾ ആയിരിക്കും. അത് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഫീൽഡ് കപ്പാസിറ്റിക്ക് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റിനും ഇടയ്ക്കായിരിക്കും കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ, അതായത് വിൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതായത് നമ്മളുടെ ചെടി പയ്യെ തളരാൻ തുടങ്ങുന്നു. ഓക്കെ, അപ്പൊ ചെടി തളരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ചെടി തളരുന്നത്? ബിക്കോസ് അൺഅവൈലബിൾ ആണ്. നമുക്ക് വെള്ളം എന്തില്ല? അൺഅവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് അൺഅവൈലബിൾ ആകുന്നത്? ബിക്കോസ് ഇനി അവിടെ എന്ത് വെള്ളം മാത്രമേ ഉള്ളൂ? നമുക്ക് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ബാക്കി എല്ലാ വെള്ളവും എന്തായിപ്പോയി? ആദ്യം കുറെ വെള്ളം ഒഴുകിപ്പോയി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഒഴുകിപ്പോയി. രണ്ടാമതായിട്ട് എന്താ സംഭവിച്ചത്? ഈ ഒരു സ്ഥലത്ത് സെക്കൻഡ് റീജിയനിൽ എന്തായി? നമ്മുടെ കാപ്പിലറി വാട്ടർ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടി. ഇനി അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പ്ലാന്റ് വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ തപ്പുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന് വെള്ളം കിട്ടത്തില്ല. ബിക്കോസ് അവിടെ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആണുള്ളത്, വെള്ളമാണ് അവൈലബിൾ ആയി. അപ്പോ നമ്മളുടെ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ? അപ് ടു വിച്ച് പോയിന്റ് പ്ലാന്റ് ക്യാൻ എക്സ്ട്രാക്ട് വാട്ടർ. അപ്പൊ എവിടെ വരെ നമ്മുടെ പ്ലാന്റ്സിന് വെള്ളം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? അപ് ടു വിച്ച് പോയിന്റ് നമ്മുടെ പ്ലാന്റ്സിന് വെള്ളം എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കണ്ടു. എന്തൊക്കെയായിരുന്നു? അവൈലബിൾ വാട്ടർ എവിടെ വരെ ഉണ്ട്? പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് വരെ അവൈലബിൾ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ട്. നമുക്ക് സിലബസിൽ ഇത് ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയപ്പോഴത്തേക്കും ഓക്കെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. It is said that a particular type of crop requires a depth of 6 centimeters of water every 24 days and the crop period is 168 days. അങ്ങനെയാണെങ്കിൽ find the delta of the crop എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ ബേസ് പീരിയഡും ഡെൽറ്റയും അതേപോലെ തന്നെ ഡ്യൂട്ടി ഇവർ തമ്മിൽ റിലേറ്റ് ചെയ്ത് എപ്പോഴും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നമ്മളൊരു പെർട്ടിക്കുലർ ക്രോപ്പ് നമ്മൾ നടാൻ പോവാണ്. അതിന് 6 സെന്റിമീറ്റർ ഓഫ് വാട്ടർ വേണം എവറി 26 ഡേയ്സ് കൂടുമ്പോൾ. ആൻഡ് ക്രോപ്പ് പീരീഡ് തന്നിട്ടുണ്ട് 168 ഡേയ്സ്. ഓക്കെ, അപ്പൊ ഓരോ 24 ദിവസം കൂടുമ്പോഴും 6 സെന്റിമീറ്റർ വീതം വെള്ളം വേണം. അങ്ങനെ മൊത്തം എത്ര ദിവസം ഞാൻ അവിടെ വെക്കാൻ പോകുന്നത്? 168 ഡേയ്സ് വെക്കണം. അപ്പോ നമുക്ക് മൊത്തം എത്ര വാട്ടറിങ് വേണ്ടി വരുമെന്ന് കണ്ടുപിടിക്കാം. എത്ര പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട വരും? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? 24 ദിവസം കൂടുമ്പോൾ 6 സെന്റിമീറ്റർ. അപ്പം മൊത്തം 168 ആയതുകൊണ്ട് ഞാൻ 168 ഡിവൈഡഡ് ബൈ 24 ചെയ്തു, which gives me 7. അപ്പൊ ഞാൻ 7 പ്രാവശ്യം എന്ത് ചെയ്യണം? വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ആരായിരുന്നു ഡെൽറ്റ? ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്
എത്ര ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ വേണം എന്റെ ക്രോപ്പ് ഗ്രോ ചെയ്യാൻ. എന്റെ ക്രോപ്പ് ഗ്രോ ചെയ്യാൻ 168 ദിവസം വേണം. ഞാൻ എത്ര പ്രാവശ്യം വെള്ളം ഒഴിക്കാൻ പോകുന്നത്? 7 പ്രാവശ്യം വെള്ളം ഒഴിക്കുന്ന വന്നു. എത്രയാണ് ഓരോ പ്രാവശ്യം ഒഴിക്കുന്ന വെള്ളം? ഓരോ പ്രാവശ്യം ഞാൻ 6 സെന്റിമീറ്റർ ഓഫ് വാട്ടർ ആണ് ഒഴിക്കുന്നത്. സോ എന്റെ ആൻസർ ഡെൽറ്റ എന്തായിരിക്കും? ഡെൽറ്റ എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ആണ്. വിച്ച് ഇസ് 7 into ആയിരിക്കും 6, or that is 42 സെന്റിമീറ്റർ. നമ്മൾ ജനറലി എപ്പോഴും ഡെൽറ്റയും ഡ്യൂട്ടിയും ബേസ് പീരീഡും തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഇതൊരു വെറൈറ്റി ചോദ്യം കണ്ടതാണ്. വളരെ സിമ്പിൾ. എനിക്ക് ഓരോ 24 ഡേയ്സ് കൂടുമ്പോൾ വെള്ളം ഒഴിക്കണം. അങ്ങനെ 168 ദിവസം ആവുമ്പോൾ എനിക്ക് 7 പ്രാവശ്യം വെള്ളം ഒഴിക്കേണ്ടി വരും. ഓരോ പ്രാവശ്യവും 6 സെന്റിമീറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. സോ ഡെൽറ്റ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 7 into 6, which is 42 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്രോപ്പ് റേഷ്യോ ഓഫ് ഖാരിഫ് ടു റാബി ക്രോപ്പ്. അല്ലെ, നമ്മൾ പഠിച്ചതാണ്. നമുക്ക് ഒരേ ക്രോപ്പ് തന്നെ എപ്പോഴും നമുക്ക് നടാനായിട്ട് പറ്റില്ല. ഓക്കെ, ബിക്കോസ് ഓരോ ക്രോപ്സും ഓരോ സീസൺ അനുസരിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് 2 സീസൺ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഖാരിഫ് സീസണും അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ റാബി സീസണും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓരോ സീസണിലും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്രോപ്സ് ആണ് നടാനായിട്ട് പറ്റുക നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഖാരിഫ് സീസൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു മൺസൂൺ സമയത്തെ ആണ്. സോ മൺസൂൺ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ വരെയാണ് ഖാരിഫ് സീസൺ ആയിട്ട് നമ്മൾ പറയാം. റാബി സീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി വിന്റർ ക്രോപ്സ് ആണ്, വിച്ച് ഇസ് ഒക്ടോബർ ടു മാർച്ച് ആണ് നമ്മൾ റാബി സീസൺ ആയിട്ട് പറയുന്നത്. പിന്നെ അവരുടെ കുറെ ഡേറ്റാസും കാര്യങ്ങളും ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. ഇനി നമ്മൾ ക്രോപ്പ് റേഷ്യോ എങ്ങനെയായിരുന്നു പറഞ്ഞത്? എത്ര ഏരിയ ആണ് അണ്ടർ റാബി ആൻഡ് എത്ര ഏരിയ ആണ് അണ്ടർ ഖാരിഫ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതാണ് ക്രോപ്പ് റേഷ്യോ ഓഫ് ഖാരിഫ് ടു റാബി എന്ന് ഉദ്ദേശിക്കുന്നത്. ക്രോപ്പ് റേഷ്യോ എന്ന് പറയുമ്പോൾ എത്ര ഏരിയ അണ്ടർ റാബി ആൻഡ് എത്ര ഏരിയ അണ്ടർ ഖാരിഫ്. ഓക്കെ, ആൻഡ് നോർമലി നമ്മൾ പറയുന്നത് ഇറ്റ്സ് 1:2. ഖാരിഫ് ടു റാബി എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, 1:2 is the crop ratio of Kharif to Rabi. വീണ്ടും ഒരു പ്രോബ്ലം ആണ്. Given that a particular irrigation field has a CCA. ഇപ്പൊ നമ്മൾ പഠിച്ചിരുന്നു CCA എന്ന് പറയുമ്പോൾ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ അല്ലെ. ഞാൻ ഒരു ഇറിഗേഷന് വേണ്ടി ഞാൻ പാട്ടത്തിന് കുറച്ച് സ്ഥലം എടുത്തിട്ട് ചിലപ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ എന്ത് ചെയ്യത്തില്ല, എനിക്ക് ഇറിഗേഷൻ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ആ പാട്ടത്തിന് സ്ഥലം എടുക്കുന്ന ഉള്ളില് എന്തുണ്ടായിരിക്കും, ഒരു കോളം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെയർ ഒക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഒന്നും എനിക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഞാൻ എടുത്തു വെച്ച സ്ഥലത്ത് എത്രത്തോളം സ്ഥലത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, പ്രോപ്പറായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് നോർമലി നമ്മൾ എന്തായിട്ട് പറയുന്നത് CCA ആയിട്ട് പറയുന്നത്, നമ്മുടെ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. നമ്മുടെ CCA വാല്യൂ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 200 hectares ആണ്. Out of which 150 hectares is cultivated for Rabi season and 100 hectares is cultivated for Kharif season. അങ്ങനെയാണെങ്കിൽ intensity of irrigation for each season ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ വെരി സിമ്പിൾ. എന്റെ ടോട്ടൽ CCA എത്രയാ? ടോട്ടൽ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ, അതില് എന്താ ചെയ്തത്? റാബി സീസണില് ഞാൻ എത്ര യൂസ് ചെയ്തു? 150 ഹെക്ടേഴ്സ് യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് ആക്കി മാറ്റാം. സോ പെർസെൻറ്റേജ് ആക്കുമ്പോൾ എത്രയായിരിക്കും? 150 ഡിവൈഡഡ് ബൈ 200. സോ 150 ഡിവൈഡഡ് ബൈ 200 ആണ് റാബി സീസണിന്റെ വരിക. ഇനി എന്താണ് ഖാരിഫ് സീസൺ ആയപ്പോഴത്തേക്കും എന്തായി? വിച്ച് ഇസ് 100. ഖാരിഫ് ആയപ്പോഴത്തേക്കും വിച്ച് ഇസ് 100 ആണ്. അപ്പൊ എത്ര ശതമാനം ഏരിയ ആണ് ഞാൻ കൾട്ടിവേഷന് വേണ്ടി എടുത്തത്? വിച്ച് ഇസ് 100 by 200. ആൻഡ് ഇവരെ നമ്മൾ എന്താക്കി മാറ്റണം? പെർസെൻറ്റേജ് ആക്കി മാറ്റും. സോ രണ്ടുപേരെയും പെർസെൻറ്റേജ് ആക്കുമ്പോൾ എന്താകും വരിക? ഓപ്ഷൻ സി 150 by 200 എന്ന് പറയുന്നത് 75%. അതേപോലെ ഖാരിഫ് സീസണിന്റെ 100 by 200 എന്ന് പറയുമ്പോൾ 50%. Next one, by what percentage of available moisture
is easily extracted by the plant. നമ്മൾ കണ്ടിരുന്നു നമുക്ക് എടുക്കാൻ പറ്റുന്ന വാട്ടർ അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, അവൈലബിൾ മോയ്സ്ചർ എന്ന് വിളിച്ചത്. അപ്പൊ എത്രത്തോളം അവൈലബിൾ മോയ്സ്ചർ ആണ് ഒരു പ്ലാന്റിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്, ഇത് ഒന്ന് കാണാതെ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അവൈലബിൾ മോയ്സ്ചർ എന്താണ്, അൺഅവൈലബിൾ മോയ്സ്ചർ എന്താണ്, അതെല്ലാം നമ്മൾ ആ ഒരു പിക്ചറിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത്. Unavailable moisture നമുക്ക് എത്ര ക്യാരി ചെയ്യാൻ പറ്റും, ഇറ്റ്സ് ആക്ച്വലി 75 to 80%. അതൊന്ന് കാണാതെ പഠിച്ചു വെക്കുക. 75 to 80% ആണ് അവൈലബിൾ മോയ്സ്ചർ which is easily extracted by the plants. The next question, what is the correct representation for the calculation of NIR? NIR കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മളുടെ ഇക്വേഷൻ ഏതാണ്? അപ്പൊ നമ്മള് ഇറിഗേഷൻ റിക്വയർമെന്റ് നമ്മൾ കൺസെൻട്രേറ്റഡ് ഇറിഗേഷൻ, നെറ്റ് ഇറിഗേഷൻ, ഫീൽഡ് ഇറിഗേഷൻ ഒക്കെ പറഞ്ഞ കുറച്ച് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് NIR എങ്ങനെ കണ്ടുപിടിക്കാം? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക, which is CIR plus leaching losses. കൺസെൻട്രേറ്റഡ് ഇറിഗേഷൻ റിക്വയർമെന്റ് എനിക്ക് ശരിക്കും എത്ര വേണം, അതായത് CU, ഇതാണ് നമ്മുടെ CIR. എന്താണ് ശരിക്കും എനിക്ക് ഇറിഗേഷൻ എത്ര വെള്ളം വേണം? അപ്പൊ നമ്മൾ ഇറിഗേഷൻ എപ്പോഴാണ് സപ്ലൈ ചെയ്യുന്നത്? നമുക്ക് മഴ കാരണം വെള്ളം കിട്ടാത്തപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ഇറിഗേഷൻ വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ മൊത്തം എത്ര ഉപയോഗമുണ്ട്, അതിന് ഇഫക്റ്റീവ് റെയിൻഫോൾ അങ്ങ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി അതിന്റെ കൺസെൻട്രേറ്റ് യൂസ് കിട്ടി. ആ കൺസെൻട്രേറ്റ് യൂസിന്റെ കൂട്ടത്തിൽ നമ്മൾ ആരെയും കൂടെ കണക്കെടുക്കണം, കുറെയൊക്കെ വെള്ളം ലീച്ചിങ് കാരണം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മളുടെ നെറ്റ് ഇറിഗേഷൻ റിക്വയർമെന്റ് അല്ലെങ്കിൽ NIR. Next one, the presence of excess salt in the soil requires. The presence of excess salt in the soil requires എന്താണ്? അപ്പൊ ഇവിടെ ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് SAR അല്ലെ, നമ്മള് സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ, അതേപോലെ തന്നെ മറ്റൊരു ടേമും പഠിച്ചിട്ടുണ്ടായിരുന്നു, സോൾട്ട് കോൺസെൻട്രേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു ടേബിൾ ഒക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, പ്രസൻസ് ഓഫ് എക്സസ് സോൾട്ട് വരുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, എക്സസ് സോൾട്ട് കൂടുന്തോറും എന്താണ്, ഹൈ വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി ആയിരിക്കും കാണുന്നത്. ഓക്കെ, ഇതും കാണാതെ ഒന്ന് ഓർത്ത് വെക്കുക. പ്രസൻസ് ഓഫ് എക്സസ് സോൾട്ട് വരുമ്പോഴത്തേക്കും ഹൈ വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി. അപ്പം എന്താണ് ഹൈ വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പം സോൾട്ട് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ അഡീഷണലി വാട്ടർ സപ്ലൈ ചെയ്യും. എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ നമ്മുടെ സോൾട്ട് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട്. അപ്പൊ ഓൾറെഡി എക്സസ് സോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വെള്ളം യൂസ് ചെയ്യുന്ന വരത്തില്ല. സോ നമുക്കൊരു ഹൈ വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി ആയിരിക്കും നമ്മുടെ കിട്ടുക. Okay, so option A ആണ് correct answer. Next question. The quantity of water that is pumped into a farm distribution system is 2 cubics. 1.6 cubic is delivered to a turnout 1 kilometer from the well. Compute the conveyance efficiency. Okay, efficiency നുള്ള ഒരു term ആണ്, that is conveyance efficiency. ഇതും അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൺവെയൻസ് എഫിഷ്യൻസി. നമ്മൾ ഈ പറഞ്ഞ പോലെ എത്രത്തോളം നമുക്ക് എല്ലാം കൂടി കുത്തിക്കെറ്റി പഠിക്കാൻ പറ്റും അറിയില്ല. അതുകൊണ്ട് പ്രോബ്ലംസ് ഒക്കെ ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു. അപ്പൊ അതെങ്കിലും ഒന്ന് നോക്കിയെടുക്കാം. ഓക്കെ, കൺവെയൻസ് എഫിഷ്യൻസിനെ നമ്മൾ ആക്ച്വലി θc വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് എത്ര വെള്ളം ഞാൻ ഡെലിവർ ചെയ്തു ഡിവൈഡഡ് ബൈ എത്ര വെള്ളം ഡൈവേർട്ട് ആയി പോയി.
അതാണ് നമ്മുടെ കൺവേയൻസ് എഫിഷ്യൻസി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്തേക്കുന്നത് നോക്കിക്കേ. നമ്മള് ബൈ ഡെഫിനിഷൻ എന്താ, എത്ര ഡെലിവർ ചെയ്തു, ഓക്കെ, എത്ര ഡെലിവർ ചെയ്തു ഡിവൈഡഡ് ബൈ എത്ര ഡൈവേർട്ടഡ് ആയി. അപ്പൊ ഇവിടെ എത്രത്തോളമാണ് നമ്മൾ ഡെലിവർ ചെയ്ത് കൊടുത്തത്, ഡെലിവർ ചെയ്തത് എത്രയേ ഉള്ളൂ, 1.6 ക്യൂബൊക്കെ നമ്മൾ ഡെലിവർ ചെയ്തുള്ളൂ. ശരിക്കും നമുക്ക് എത്രയാ ഡൈവേർട്ട് ചെയ്ത് കിട്ടിയത്, നമ്മുടെ മെയിൻ കനാലിൽ നിന്ന് നമുക്ക് എത്രയാ ഡൈവേർട്ട് ചെയ്ത് കിട്ടിയത്, 2 ക്യൂബക്സ് ആണ് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് കിട്ടിയത്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെർസെൻറ്റേജ് ആക്കുമ്പോൾ ദാറ്റ് വിൽ ബിക്കം 80%. എങ്ങനെയാണ് കൺവേയൻസ് എഫിഷ്യൻസിയുടെ പ്രോബ്ലം എന്തെങ്കിലും വന്നാൽ നമ്മൾ ചെയ്യുന്നത്. Next question, what type of irrigation method is also called as trickle irrigation? നമ്മൾ കുറെ ഇറിഗേഷൻ മെത്തേഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സർഫസ് ഇറിഗേഷൻ, സബ് സർഫസ് ഇറിഗേഷൻ, അതേപോലെ തന്നെ സ്പ്രിംഗ്ലർ മെത്തേഡ്, ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ്. സ്പ്രിംഗ്ലറും ഡ്രിപ്പ് ഇറിഗേഷനും ഒക്കെ നമ്മൾ പിന്നെയും കുറച്ചുകൂടെ മറ്റൊരു ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലാണ് ട്രിക്കിൾ ഇറിഗേഷൻ ഉദ്ദേശിക്കുന്നത്. ട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ഡ്രിപ്പ് ആയിട്ട് അല്ലെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റീസിൽ വീഴുന്നതിനെയാണ് നമ്മൾ ട്രിക്കിൾ ചെയ്യാന്ന് പറയാം. സോ ഉറപ്പായിട്ടും എന്തായിരിക്കും നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ സി ഡ്രിപ്പ് ഇറിഗേഷൻ. Next one, which type of irrigation method uses supply ditch, borders or ridges? Border അല്ലെങ്കിൽ റിഡ്ജ്, വളരെ ഉയരം കൂടിയ തട്ടുകൾ പോലെയൊക്കെ ചെയ്യുന്ന ഇറിഗേഷൻ മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. Which type of irrigation uses supply ditch, borders, ridges? ക്വസ്റ്റ്യൻ അതാണ്. അപ്പൊ ഇങ്ങനെ ബോർഡർ അല്ലെങ്കിൽ റിഡ്ജ് എന്ന് വരുമ്പോൾ തന്നെ ദാറ്റ്സ് നോൺ ആസ് ബോർഡർ ഫ്ലഡിങ്. ചെക്ക് ഫ്ലഡിങ് നമ്മൾ വെറുതെ അഴിച്ചു വിടുന്നു. ബേസിൻ ഫ്ലഡിങ് എന്ന് പറയുമ്പോൾ തടം കെട്ടി ഒരു തെങ്ങുണ്ട്, തെങ്ങിന് തടം എടുത്ത് ചെയ്യുന്നു, അതാണ് ബേസിൻ ഫ്ലഡിങ് എന്ന് പറയുന്നത്. What is the time interval between sowing and harvesting of crops? നമ്മൾ കുറച്ച് ടൈം ഇന്റർവെൽസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ക്രോപ്പ് പീരിയഡ്, ഫോർ പീരിയഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ടേംസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് എനിക്ക്, വാട്ട് ഈസ് ദി ടൈം ഇന്റർവൽ ബിറ്റ്വീൻ, ആരെയാ ചോദിച്ചേക്കുന്നത്, സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ഓഫ് ക്രോപ്പ്. സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ഓഫ് ക്രോപ്പ് തമ്മിലുള്ള ടൈം ഇന്റർവെലിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസ് പീരിയഡ്. ബേസ് പീരിയഡ് എന്ന് പറയുമ്പോൾ നോർമലി എന്താ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ആദ്യം വെള്ളം ഒഴിക്കുന്നു ആൻഡ് ലാസ്റ്റ് വാട്ടർ. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാട്ടറിംഗ് ആണ് ബേസ് പീരിയഡ്. ക്രോപ്പ് പീരിയഡ് എന്തായിരുന്നു, സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ഇടയ്ക്കുള്ളതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രോപ്പ് പീരിയഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം ലാൻഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതേപോലെ നമ്മുടെ ചെടിയൊക്കെ വളർന്ന് മതി, വെള്ളം ഒഴിച്ചത് മതി എന്ന് പറയുന്നതാണ് ബേസ് പീരിയഡ്. ABC നോർത്താൽ മതി. ഡി ആണ് ആദ്യം. അതെപ്പോഴായിരിക്കും, നമ്മള് ചെടി നടുന്നതിന് മുന്നേ വെള്ളം ഒഴിച്ചു, ചെടിക്ക് അവസാനമായിട്ട് വെള്ളം ഒഴിച്ചു. ഇനി അടുത്ത എന്താ, സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്. ചെടി നട്ടു ആൻഡ് ചെടി പറിച്ചു, ആ സമയത്തിനടുത്തുള്ള ടൈം ഇന്റർവെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോപ്പ്. What is called as percentage of CCA irrigated at a time in one crop season? നമ്മുടെ CCAയുടെ എത്ര ശതമാനം ഞാൻ യൂസ് ചെയ്തു at a time in one crop season? നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം ആയിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അറിയാതിരിക്കുള്ള ആൻസർ എന്താണെന്നുള്ളത്. എന്തായിരുന്നു, നമ്മള് ന്യൂമറിക്കൽ പ്രോബ്ലം ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ, ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ അല്ലെ. നമ്മള് ഒരു പ്രോബ്ലം ചെയ്തില്ലായിരുന്നു, തൊട്ട് മുന്നേ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. CCA തന്നിട്ടുണ്ട്, റാഡിയസ് ആൻഡ് ലിത്ര, കാരപ്സിസ് ആൻഡ് ലിത്ര തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിച്ചു, ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഒക്കെ കണ്ടുപിടിച്ചില്ലായിരുന്നു. What is the total depth of water for the complete growth of crop soil? അതും എപ്പോഴും ചോദിക്കുന്നതാണ്. Determine gross irrigation requirement for an irrigation system if consumptive use of water is 200 centimeters
rainfall excess is 30 centimeter, water application efficiency is 50%, and conveyance efficiency is 90%. ഇതും പറ്റുമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഗ്രോസ് ഇറിഗേഷൻ റിക്വയർമെന്റ് എത്രയാണ്? ഗ്രോസ് ഇറിഗേഷൻ റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ നമുക്ക് വേണ്ടുന്ന ഒരാളാണ് അല്ലെ. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നമ്മുടെ കൺസംപ്റ്റീവ് യൂസ് തന്നിട്ടുണ്ട് 200 ആണ്. റെയിൻഫോൾ എക്സസ് തന്നിട്ടുണ്ട് 30 ആണ്. അപ്പൊ കൺസംപ്റ്റീവ് യൂസും റെയിൻഫോൾ എക്സസും തന്നാൽ നമുക്ക് കൺസംപ്റ്റീവ് ഇറിഗേഷൻ റിക്വയർമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആരൊക്കെയാണ്? CU മൈനസ് RE. CU മൈനസ് RE എന്ന് പറയുമ്പോൾ 200 മൈനസ് ആരെ ചെയ്തു 30 ചെയ്തു, which gives you 170. അതാണ് നമ്മുടെ കൺസംപ്റ്റീവ് ഇറിഗേഷൻ റിക്വയർമെന്റ്. ഇനി അതിന് ഞാൻ നെറ്റ് ഇറിഗേഷൻ റിക്വയർമെന്റ് കണ്ടുപിടിക്കാൻ പോവാം. സോ നെറ്റ് ഇറിഗേഷൻ റിക്വയർമെന്റ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ കൺസംപ്റ്റീവ് ഇറിഗേഷൻ റിക്വയർമെന്റിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യണം? നമ്മുടെ ലോസസും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ലീച്ചിങ്ങിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ അതും എന്തായിട്ട് തന്നെ അസ്യൂം ചെയ്യാണ് 170. കാരണം ലീച്ചിങ് എത്രയാ പോകുന്നതെന്ന് തന്നിട്ടില്ല. ഇനി നമ്മൾ പറയുന്നതാണ് FIR എന്നുള്ളൊരു ടേം, ദാറ്റ് ഇസ് ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെന്റ്. ഫീൽഡിൽ എത്ര വേണം? ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെന്റ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് NIR, നെറ്റ് ഇറിഗേഷൻ റിക്വയർമെന്റ് ഡിവൈഡഡ് ബൈ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ആണ്. അപ്പൊ ഇവിടെ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എത്ര? 50% തന്നിട്ടുണ്ട്. അപ്പൊ 170 ഡിവൈഡഡ് ബൈ 0.5 ചെയ്യും. അപ്പൊ 170 ഡിവൈഡഡ് ബൈ 0.5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 348. അതാണ് നമ്മുടെ ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെന്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഗ്രോസ് ഇറിഗേഷൻ റിക്വയർമെന്റ്? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സിംപ്ലി ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെന്റ് ബൈ കൺവേയൻസ് എഫിഷ്യൻസി. ഓക്കെ, ഫീൽഡിൽ എനിക്ക് 140 കിട്ടുന്നുണ്ടായിരുന്നു. എത്ര കൺവേയൻസ് എഫിഷ്യൻസി ഉള്ളൂ? 90% കൺവേയൻസ് എഫിഷ്യൻസി കിട്ടുന്നു. 340 by 0.9. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്, വിച്ച് ഇസ് 377.77 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, വീണ്ടും വാട്ട് ഇസ് ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഫീൽഡിൽ കിട്ടണം. ഫീൽഡിൽ എന്തൊക്കെ കിട്ടണം? അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് തന്നെ നമ്മൾ പറയുന്നത് നെറ്റ് ഇറിഗേഷൻ റിക്വയർമെന്റും സർഫസ് റൺ ഓഫ് സർക്കുലേഷൻ വഴി എത്രത്തോളം വെള്ളം ലോസ് ആകുന്നു, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എനിക്ക് എത്ര വെള്ളം എന്റെ നമ്മുടെ സ്ഥലത്ത് കിട്ടണം. അതാണ് ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെന്റ് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷൻ ഒന്ന് ഓർത്ത്. ആൻഡ് ഇതാണ് നമ്മുടെ GIRന്റെ ഡെഫിനിഷൻ, ഗ്രോസ് ഇറിഗേഷൻ റിക്വയർമെന്റ്. amount of ഇതാണ് നമ്മളുടെ NIR. ലീച്ചിങ് എന്ന് പറയുമ്പോൾ NIR ആൻഡ് ജസ്റ്റ് ഇവാപറേഷനും കൂടെ കണക്കെടുത്ത് നമ്മൾ പറയുന്നതാണ് CI, കൺസംപ്റ്റീവ് ഇറിഗേഷൻ റിക്വയർമെന്റ്, നെറ്റ് ഇറിഗേഷൻ റിക്വയർമെന്റ്, ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെന്റ്, ഗ്രോസ് ഇറിഗേഷൻ റിക്വയർമെന്റ്. ഓക്കെ, അപ്പോ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മളുടെ ഒരു സെക്കൻഡ് പാർട്ടാണ്. ദാറ്റ് ഇസ് അതിനകത്ത് നമുക്ക് ഹൈഡ്രോളജി എന്നുള്ള കുറച്ച് ചോദ്യങ്ങളായിരിക്കും കൂടുതലും കാണാനായിട്ട് പറ്റുക. ഹൈഡ്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ മീൻ റെയിൻഫോൾ എന്തായിരുന്നു, ഇൻഫിൽട്രേഷൻ, റൺ ഓഫ്, വാട്ടർ ഷെഡ്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. സോ അത് നമുക്ക് പാർട്ട് 2 ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇറിഗേഷനെ ബേസ് ചെയ്ത് ഇത്രത്തോളം ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. ഇനി ഈ പറഞ്ഞ പോലെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സാധാരണ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വരുന്ന 8 പേപ്പർ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയില്ല നിങ്ങൾക്ക് അത്രയും ടഫായിട്ട് വരുമോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല. എന്നാലും എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന പോലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമൈൻ ദി ഫീൽഡ് കപ്പാസിറ്റി when the unit weight of water is 9.8 kilonewton per meter cube, volume of water stored in area of soil is 28 meter cube, dry unit weight of soil is 18 kilonewton per meter cube, and depth of root zone of the plant is 7 meters. Again, ഇത് നമ്മൾ ഒരു ജനറലി നോക്കിയാൽ ഒരു ബേസ് ഒരു സർഫസ് ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇതും നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഇക്വേഷനും കാര്യങ്ങളും ഓർത്ത് വെച്ച് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ പാർട്ട് 1 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സാച്ചുറേഷൻ കപ്പാസിറ്റി, ഫീൽഡ് കപ്പാസിറ്റി, പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ്, അവൈലബിൾ മോയ്സ്ചർ, യൂസബിൾ മോയ്സ്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ടേം ആണ് നമ്മുടെ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫീൽഡ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ജനറലി ഒരു ഇക്വേഷൻ ആണ് കാണാതെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫീൽഡ് കപ്പാസിറ്റി ഇപ്പൊ ഞാൻ അതിനെ FC എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് ഗിവൺ ബൈ VW ബൈ ഗാമ D ഇൻറ്റു A ഇൻറ്റു D ഇൻറ്റു ഗാമ W. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ VW എന്ന് ഉദ്ദേശിക്കുന്നത് വോളിയം ഓഫ് വാട്ടർ. ഓക്കെ, ഫീൽഡ് കപ്പാസിറ്റിയിലെ വോളിയം ഓഫ് വാട്ടർ ആണ്. A എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് ഏരിയ ആണ്. D എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് റൂട്ട് സോൺ ആണ്. ഓക്കെ, ഡെപ്ത് ഓഫ് റൂട്ട് സോൺ. ഗാമ D എന്ന് പറയുന്നത് ഡ്രൈ വെയിറ്റ് ഓഫ് സോയിൽ ആണ്. ഡ്രൈ വെയിറ്റ് ഓഫ് സോയിൽ. ആൻഡ് ഗാമ W എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇതാണ് നമ്മുടെ ഇക്വേഷനകത്തെ നമ്മളുടെ ഓരോ ടേം ഫീൽഡ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ VW ബൈ ഗാമ D ഇൻറ്റു AD ഇൻറ്റു ഗാമ W. അപ്പൊ അതിൽ ഓരോ ടേംസ് എന്താണെന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ വാല്യൂസ് ഗിവൺ ആണെന്ന് നോക്കാം. സോ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട് 9.8 kilonewton per meter cube. നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഗാമ ഡബ്ല്യുവിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 9.8 kilonewton per meter cube. ഇനി എന്താ, വോളിയം ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ യൂണിറ്റ് ഏരിയ ഇസ് 28 meter cube. ഇപ്പൊ വോളിയം ഓഫ് വാട്ടർ സ്റ്റോർഡ് തന്നിട്ടുണ്ട് 28 meter cube. ഏരിയ യൂണിറ്റ് ഏരിയ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് 1 meter square എന്ന് അസ്യൂം ചെയ്യുന്നു. ബിക്കോസ് വോളിയം ഇൻ യൂണിറ്റ് ഏരിയ ആണ് 28 meter cube. അപ്പൊ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ഒബ്വിയസ്ലി ആണ്. പിന്നെന്താ തന്നിരിക്കുന്നത്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ തന്നിട്ടുണ്ട്. സോ ഗാമ ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 18 kilonewton per meter cube ആണ്. അതേപോലെ ഡെപ്ത് ഓഫ് റൂട്ട് സോൺ ഓഫ് ദി പ്ലാന്റും തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ക്യാപിറ്റൽ ഡിയും തന്നിട്ടുണ്ട്. 7 meter ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫീൽഡ് കപ്പാസിറ്റി വിൽ ബി വോളിയം ഓഫ് വാട്ടർ 28 ഡിവൈഡഡ് ബൈ ഗാമ ഡി ഡ്രൈ വെയിറ്റ് 18 ആണ്. ദെൻ ഏരിയ നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്തു. ഡെപ്ത് ഓഫ് റൂട്ട് സോൺ എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണ്. ഇൻറ്റു ഗാമ ഡബ്ല്യു വിച്ച് ഇസ് 9.8. അപ്പൊ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാം. അപ്പൊ 7 1s are 7, 7 4s are 28 എന്ന് കിട്ടി. ഇനി എന്തെങ്കിലും വീണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.22 അല്ല 2.2 meters എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ 2.2 meter square per meter എന്നാണ് വരിക നമ്മുടെ ഏരിയ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് അടുത്ത് നിൽക്കുന്ന ഒരു ഓപ്ഷൻ, എനിക്ക് 2.2 എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷനിലേക്ക് വേണം പോവാൻ, A വേണം എടുക്കാനായിട്ട്. കാരണം ഇവിടെ എല്ലാം 2.1 2 അടുത്താണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ റൗണ്ട് ചെയ്ത് തന്നെ കൺസിഡർ ചെയ്യേണ്ട വരും ഏതാണ് അപ്രോക്സിമേറ്റ്ലി 2.2 ആയിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫീൽഡ് കപ്പാസിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, കൺഫ്യൂഷൻസ് ഒന്നും അവിടെ ആവശ്യമില്ല. ഇക്വേഷനിലെ എല്ലാ കാര്യങ്ങളും തരും. നമ്മൾ ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക. എന്നിട്ട് ഡയറക്റ്റ്ലി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാൽ മാത്രം മതിയാവും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമ്മുടെ അതേ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. ഇൻഫിൽട്രേഷൻ എന്താണ്, ഇൻഫിൽട്രേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇനി.
If F0 is the initial infiltration rate, Fc is the constant rate of infiltration after time t. According to Horton's equation, the decrease of rate of infiltration from F0 to Fc is എന്താണ്, എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നാണ് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ് എടുത്തപ്പം ഹോട്ടൺസ് ഇക്വേഷൻ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഇനി ഇൻ കേസ് നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഓർത്ത് വെക്കുക. Ft is equal to Fc plus F0 minus Fc into e to the power minus kt. ഇതാണ് നമ്മുടെ ഹോട്ടൺസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ചില ടെക്സ്റ്റുകളിൽ നോക്കുമ്പോൾ ചില രീതിയിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ഡിക്രീസ് ഇൻ റേറ്റ് ഓഫ് ഇൻഫിൽട്രേഷൻ ഫ്രം F0 to Fc. ഡിക്രീസ് ഇൻ റേറ്റ് ഓഫ് ഇൻഫിൽട്രേഷൻ ഫ്രം F0 to Fc എങ്ങനെ വേരി ചെയ്യുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ എങ്ങനെ വേരി ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്? e to the power minus kt, which means ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് വേരി ചെയ്യുന്നത്. പ്രോബ്ലം ആയിട്ടൊന്നും ചോദിക്കാൻ തീരെ സാധ്യതയില്ല. കാരണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇക്വേഷനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഇഫ് ദി റെയിൻഫോൾ ഇന്റൻസിറ്റി ഈസ് ഹയർ, ദി ഇഫക്റ്റീവ് റെയിൻഫോൾ വിൽ. റെയിൻഫോൾ ഇന്റൻസിറ്റി, മഴ പെയ്യുന്ന റേറ്റിനെയാണ് നമ്മൾ റെയിൻഫോൾ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇപ്പം എത്ര മില്ലിമീറ്റർ മഴ പെയ്തു ഇൻ 1 hour, അതാണ് നമ്മൾ ഇന്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റെയിൻഫോൾ ഇന്റൻസിറ്റി ഹയർ ആണെങ്കിൽ ഇഫക്റ്റീവ് റെയിൻഫോൾ എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോ നമ്മൾ എന്താ ഇഫക്റ്റീവ് റെയിൻഫോൾ എന്ന് അറിയണം. അത് നമ്മൾ നോർമലി ആർ ഇഫക്റ്റീവ് എന്നാണ് പറയുക. അപ്പോ നമ്മള് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടപ്പം നമ്മള് 1-2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരുന്നു. അതായത് ഒരു മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഒരു മഴ പെയ്യുന്നു. അപ്പൊ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം നമ്മളുടെ വെള്ളം, മഴവെള്ളം നമ്മുടെ മണ്ണിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറാൻ തുടങ്ങും, അല്ലെ? അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫിൽട്രേഷൻ. അത് കഴിഞ്ഞിട്ട് ഈ ഇൻഫിൽട്രേറ്റ് ചെയ്ത വാട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മുടെ മണ്ണിനകത്തുള്ള വോയിഡ് സ്പേസസിൽ കൂടെ ഒരു ഹയർ എലിവേഷനിൽ നിന്ന് ലോവർ എലിവേഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു ഹയർ ഹെഡിൽ നിന്ന് ലോവർ ഹെഡിലേക്ക് ഒഴുകാൻ തുടങ്ങും. സോ നമ്മൾ അതിനെ പെർക്കുലേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം കുറെ വെള്ളം, നമ്മുടെ റെയിൻഫോളിന്റെ കുറെ വെള്ളമൊക്കെ എന്താ സംഭവിക്കുന്നത്? മണ്ണിനകത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്തു പോകുന്നു. ഇതല്ലാതെ മേളിലും കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സർഫസ് റൺ ഓഫ്. ഓക്കെ, അപ്പം ശരിക്കും നമ്മളുടെ ഒരു ഡാം, അതേപോലെ തന്നെ ഡാം അല്ലെങ്കിൽ പോണ്ട് അല്ലെങ്കിൽ സ്ട്രീമിലൊക്കെ ഏറ്റവും ആദ്യം എത്തിച്ചേരുന്ന വെള്ളം ഏതായിരിക്കണം? ഈ സർഫസ് റൺ ഓഫ് ആയിരിക്കും എത്തിച്ചേരുന്നത്. അപ്പോ ശരിക്കും ഒരു മഴ കാരണം നമ്മൾക്ക് ഒരു ഇഫക്റ്റീവ് ആയിട്ട് ആ മഴ കിട്ടി എന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം? നമ്മളുടെ ഈ വാട്ടർ ബോഡീസ് ഒക്കെ വെള്ളം കൊണ്ട് വെള്ളം നിറയണം അതിനകത്ത്. അപ്പോ ഇഫക്റ്റീവ് റെയിൻഫോളിനെ അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്നത് ടോട്ടൽ റെയിൻഫോൾ. റെയിൻഫോളിനെ നമ്മൾ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് പ്രിസിപ്പിറ്റേഷൻ. ഓക്കെ, അപ്പൊ ടോട്ടൽ പ്രിസിപ്പിറ്റേഷനിൽ നിന്ന് ഞാൻ എന്ത് കുറച്ചാൽ മതി? നമ്മളുടെ റൺ ഓഫ് നമ്മൾ കുറയ്ക്കുന്നു. ആറാണ് റൺ ഓഫ്. പി എന്ന് പറയുന്നത് പ്രിസിപ്പിറ്റേഷൻ ആണ്. ഓക്കെ, ആൻഡ് ആർ എന്ന് പറയുന്നത് റൺ ഓഫ്. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി റെയിൻഫോൾ ഇന്റൻസിറ്റി ഹയർ ആയാൽ എന്തായിരിക്കും? നമ്മളുടെ റൺ ഓഫ് എന്താ സംഭവിക്കുക? റൺ ഓഫ് കൂടുതലായിരിക്കും, അല്ലെ? റൺ ഓഫ് കൂടുതലായിരിക്കും. അപ്പം റൺ ഓഫ് കൂടുതൽ എന്ന് പറയുന്നതിനെക്കാട്ടിലും ആക്ച്വലി ഇത് നിങ്ങൾ ഓക്കെ, ഇത് ഇങ്ങനെ എഴുതിയാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും. അങ്ങനെ വേണ്ട, ഒരു കൺസെപ്റ്റ് ആയിട്ട് ഓർത്താൽ മതി. അതായത് മഴ ഭയങ്കര ശക്തിയായിട്ട് പെയ്തു. മഴ ഭയങ്കര ശക്തിയായിട്ട് പെയ്ത് കഴിയുമ്പോഴത്തേക്കും റൺ ഓഫ് കൂടുതലായിരിക്കും. സോ റൺ ഓഫ് കൂടുമ്പോഴത്തേക്കും നമ്മളുടെ റെയിൻഫോളിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ഇഫക്റ്റീവ്നെസ് എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. ഇഫക്റ്റീവ് റെയിൻഫോൾ കൂടുമ്പം, സോറി, നമ്മുടെ റെയിൻഫോൾ ഇന്റൻസിറ്റി കൂടുമ്പോൾ ഇഫക്റ്റീവ് റെയിൻഫോളും എന്താണ്? ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് അവിടെ റൺ ഓഫ് കൂടുതലായിരിക്കും. സോ റൺ ഓഫ് ഇൻക്രീസ് ചെയ്യുന്നു. റൺ ഓഫ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെയിൻഫോൾ ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് എ സ്റ്റോം
the rate of rainfall observed at a frequency of 15 minutes for 1 hour are 12.5, 17.5, 22.5 and 7.5 centimeter per hour. ഒരു മഴ പെയ്തു. മഴേനെ ഇവർ വിളിക്കുന്ന പേരാണ് സ്റ്റോം. ടെക്നിക്കലി പറയുന്ന പേരാണ് സ്റ്റോം. കാറ്റും മഴയെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് പറയുന്ന പേരാണ് സ്റ്റോം. അപ്പൊ ഡ്യൂറിങ് ആ സ്റ്റോം റേറ്റ് ഓഫ് റെയിൻഫോൾ, ആരോ ഒരാള് നിന്ന് റെയിൻഫോൾ മെഷർ ചെയ്യാൻ നോക്കി. അപ്പൊ ഓരോ 15 മിനിറ്റില് റെയിൻഫോൾ ഡേറ്റ തന്നിട്ടുണ്ട് ഫോർ 1 അവർ. ഇനി അതേപോലെ തന്നെ ഫൈ ഇൻഡെക്സ് വാല്യൂ തന്നിട്ടുണ്ട് 7.5 സെന്റിമീറ്റർ പെർ അവർ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റൺ ഓഫ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഈ മഴ കാരണം ഉണ്ടായ റൺ ഓഫ് എത്ര? സോ വളരെ സിമ്പിൾ. എന്താണ് നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് ഫൈ ഇൻഡെക്സ്? ഫൈ ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പർട്ടിക്കുലർ മഴ, ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ, മഴ പെയ്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകും, ബാക്കി മാത്രമേ റൺ ഓഫ് ആയിട്ട് കിട്ടൂ. അപ്പൊ ആ ഒരു ഇൻഫിൽട്രേഷൻ ചെയ്ത റേറ്റിനെ നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് ഈ ഒരു ഫൈ ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ എന്റെ മഴ എപ്പോ പെയ്താലും 7.5 സെന്റിമീറ്റർ പെർ അവർ ആണ് ആ സമയത്ത് എന്റെ ഇൻഫിൽട്രേഷൻ റേറ്റ്. അതായത് ഒരു മണിക്കൂറിൽ 7.5 സെന്റിമീറ്റർ മഴ എന്താണ് ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോവുക. അപ്പൊ ബാക്കി മാത്രമേ എന്തായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ? നമുക്ക് റൺ ഓഫ് ആയിട്ട് കിട്ടത്തുള്ളൂ. സോ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് നോക്കാം. അതിന് നമ്മൾ നോർമലി ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യും. നമ്മുടെ ഒരു ബാർ ഗ്രാഫ് പോലെ നമ്മൾ പ്ലോട്ട് ചെയ്യും. അപ്പൊ ബാർ ഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? എത്രയാണ് മഴ പെയ്തത്, ഓക്കെ, ആൻഡ് എത്രയാണ് സമയം, ടൈം. അപ്പൊ എന്റെ മഴ മൊത്തം പെയ്തത് എത്ര സമയം? 1 മണിക്കൂറാ. അതിൽ ഓരോ 15 മിനിറ്റിന്റെ ഡേറ്റ ആണ് തന്നേക്കുന്നത്. അപ്പൊ ഞാൻ ആ 15 മിനിറ്റിന്റെ ഡേറ്റാസിനെ 4 ആക്കി മാറ്റി 4 ഗ്രാഫ്സ്, ബാർ ഗ്രാഫ്സ് ആക്കി മാറ്റുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എൻ്റർ ചെയ്തു. ഇനി നമ്മൾ എന്താ പറഞ്ഞേ? ഇതാണ് എന്റെ ഫൈ ഇൻഡെക്സ് ലൈൻ. ഇതാണ് ഫൈ ഇൻഡെക്സ്. അതായത് ഇതിന് മേളിൽ പെയ്ത മഴ എല്ലാം ആരാകും? റൺ ഓഫ് ആകും. അതിനേക്കാൾ കുറവുള്ളതെല്ലാം ഇൻഫിൽട്രേഷൻ ആകും. അപ്പൊ ഇതിൽ കൂടുതൽ മഴ എത്ര പെയ്തു എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഓരോ ബാർ ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ എനിക്ക് എന്റെ ഫസ്റ്റ് ബാർ ഗ്രാഫിന്റെ ഏരിയ കിട്ടണമെങ്കിൽ ഇവിടെ വരെയുള്ള ഹൈറ്റ് 12.5 ആയിരുന്നു, ഇവിടെ വരെ 7.5 ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡിഫറൻസ് എടുത്തു. പക്ഷെ അത് മിനിറ്റിലാണ് കിട്ടുന്നത്. എനിക്കത് അവർ ആക്കണം. അപ്പൊ 15 മിനിറ്റിന് അവർ ആക്കാൻ എന്ത് ചെയ്തു? നമ്മൾ ഡിവൈഡഡ് ബൈ 60. അങ്ങനെ ഓരോ ബാർ ഗ്രാഫിനകത്തും ആ 7.5ന്റെ മുകളിൽ എന്താണോ ഉള്ളത് അതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ റൺ ഓഫ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു മെത്തേഡ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഫൈ ഇൻഡെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് മുകളിൽ പെയ്ത മഴയെല്ലാം എന്തായിരിക്കും? റൺ ഓഫ് ആയിരിക്കും. അതിന് അതിന്റെ താഴെയുള്ളവരെല്ലാം എന്തായിരിക്കും? നമ്മളുടെ ഇൻഫിൽട്രേഷനും ആയിരിക്കും. സോ സോൾവ് ചെയ്യുമ്പോൾ 7.5 എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of total length of all orders, the total length of stream of all orders within a basin to its area. നമ്മൾ വാട്ടർ ഷെഡ് ഒക്കെ പഠിച്ചപ്പം നമ്മൾ കണ്ടതാണല്ലേ, ഒരു വാട്ടർ ഷെഡിനെ കുറിച്ച് ഡിസൈൻ ചെയ്യുമ്പം നമുക്ക് ഓരോ സ്ട്രീമിനും ഓരോ ഓർഡർ ഉണ്ടായിരിക്കും. സ്ട്രീം ഓർഡർ, അതായത് അവരുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് മെയിൻ ആയിട്ടുള്ള സ്ട്രീം ആണോ, അതിലേക്ക് കണക്ട് ചെയ്യുന്നവരാണോ, അതിലേക്ക് കണക്ട് ചെയ്യുന്നവരാണോ എന്ന രീതിയിലൊക്കെ നമുക്ക് കുറെ ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. വാട്ടർ ഷെഡ് മാനേജ്മെന്റിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ടോട്ടോസിറ്റി, അങ്ങനെ കുറെ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് നമ്മൾക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രീംസ് എത്രയുണ്ട് ടു ദി ഹോൾ ബേസിൻ ഏരിയ. ഒരു വാട്ടർ ഷെഡ് ഏരിയയിൽ എത്ര ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രീംസ് ഉണ്ട്, ആ റേഷ്യോനെ എന്ത് പേരാണ് വിളിക്കുന്നത്? സോ ഇറ്റ് ഇസ് സിംപ്ലി ഗിവൺ ആസ് ഡ്രെയിനേജ് ഡെൻസിറ്റി. ഇത്ര ഓർത്താൽ മതി. എന്താണ്? ആ ഒരു ഏരിയക്കുള്ളിൽ എത്ര സ്ട്രീംസ് ഉണ്ട്, ഈ സ്ട്രീം എന്താ ചെയ്യുന്നത്? നമ്മുടെ മഴവെള്ളത്തിനെ എല്ലാം ഡ്രെയിൻ ചെയ്ത് കളയുന്നു അല്ലെ. അപ്പം ഡ്രെയിനേജ് ഡെൻസിറ്റി എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. ഇനി ഡ്രെയിനേജ് ഡെൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണ്ടേ? ഹൈ സർഫസ് റൺ ഓഫ് ആയിരിക്കും അല്ലെ. ഹൈ സർഫസ് റൺ ഓഫ് ആണ് കാണാനായിട്ട് പറ്റുക. ഡ്രെയിനേജ് ഡെൻസിറ്റി കുറവാകുമ്പോഴത്തേക്കും സർഫസ് റൺ ഓഫും എന്തായിരിക്കും? കുറവായിരിക്കും. Next question. If the intensity of rainfall
is more than the infiltration capacity of soil. Okay, so this intensity of rainfall is more than the infiltration capacity of the soil, then the infiltration rate will be and മഴ പെയ്തത് intensity of rainfall infiltration of capacity of soilനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അപ്പൊ നമുക്ക് ആലോചിക്കാം, അതായത് 10 cm/h ആണ് എക്സാമ്പിൾ ആണ് എന്റെ മഴ പെയ്തത്. അത് ആരെക്കാൾ കൂടുതലായിരിക്കണം? ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഓഫ് സോയിലിനേക്കാൾ കൂടുതൽ. സപ്പോസ് 7 cm/h ആണ് ഫൈൻ ഇൻഡെക്സ് എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ റെയിൻഫോള്. 7 cm/h ആണ് നമ്മളുടെ ഇൻഫിൽട്രേഷൻ. അപ്പം ഇൻഫിൽട്രേഷൻ റേറ്റ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും? ഇത് രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. റെയിൻഫോൾ ഇന്റൻസിറ്റി, ഓക്കെ, റെയിൻഫോളിന്റെ ഇന്റൻസിറ്റി റെയിൻഫോളിന്റെ ഇന്റൻസിറ്റി ഗ്രേറ്റർ ദാൻ കപ്പാസിറ്റി, ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സോയിൽ അബ്സോർബ്സ് മോർ വാട്ടർ, മാക്സിമം വാട്ടർ ആയിരിക്കും അല്ലെ? അതായത് ഇപ്പൊ ഒരു സ്പോഞ്ച് ഉണ്ടായിരുന്നു, അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന വെള്ളത്തിനേക്കാൾ കൂടുതൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനെ കൊണ്ട് എടുക്കാവുന്ന മാക്സിമം അത് അബ്സോർബ് ചെയ്ത് വെക്കും. ഇനി ആ എക്സസ് വാട്ടർ ആരായിരിക്കും? എക്സസ് വാട്ടർ ആരായിട്ട് പോകും? എടുക്കാൻ പറ്റാത്തത് ഒഴുകി പോകും. എക്സസ് വാട്ടർ ആരായിട്ട് മാറുന്നു? റൺ ഓഫ് ആയിട്ട് മാറുന്നു. അപ്പൊ എപ്പോഴും ആക്ച്വൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നമ്മളുടെ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റിയോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇൻഫിൽട്രേഷൻ റേറ്റ്, അതായത് എന്റെ സ്പോഞ്ചിന് എത്ര വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റും, എത്രയാണ് അതിന്റെ കപ്പാസിറ്റി, അത് തന്നെയായിരിക്കും എന്റെ മണ്ണിന്റെ ഇൻഫിൽട്രേഷൻ റേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതായത് മഴ ഇപ്പം നേരെ തിരിച്ച് ചിന്തിക്കുക. ഇപ്പൊ മഴ പെയ്തതാകെ 5 cm/h ഉള്ളൂ. ഓക്കെ, എന്റെ മണ്ണിന്റെ കപ്പാസിറ്റി പക്ഷെ 7 cm/h ഉണ്ടായിരുന്നു. പക്ഷെ മഴ 5 cm പെയ്തിട്ടുള്ളൂ. അപ്പൊ ഒരിക്കലും ഇൻഫിൽട്രേഷൻ റേറ്റ് എന്താവില്ല? നമ്മുടെ ഇൻഫിൽട്രേഷൻ റേറ്റ് അപ്പൊ എന്തായിരിക്കും? എത്രയാണോ മഴ പെയ്തത് അതാണ് അവിടുത്തെ ഇൻഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. കാരണം അത്രയും വെള്ളം കയറിയിട്ടുള്ളൂ. പക്ഷെ എന്നാൽ മഴ കൂടുതലാണ് പെയ്യുന്നതെങ്കിൽ മാക്സിമം ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി വരെ മാത്രമേ ഇൻഫിൽട്രേഷൻ റേറ്റ് കാണൂ. ബാക്കി വരുന്ന വെള്ളം എന്തായി മാറുന്നു? റൺ ഓഫ് ആയിട്ട് മാറും. Next question, the rate of rainfall above which the rainfall volume equals to runoff volume. Okay, rate of rainfall above which, again നമ്മൾ repeatedly പറഞ്ഞാണ്, which is ആരാണ്? നമ്മുടെ ഫൈൻ ഇൻഡെക്സ്. ഈ W ഇൻഡെക്സും ഒരു ടൈപ്പ് ഓഫ് ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് ആണ് കേട്ടോ. ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് വിത്ത് കൺസിഡറേഷൻ ഫോർ ഇന്റർസെപ്ഷൻ, ഡിപ്രഷൻ, സ്റ്റോറേജ്. അതായത് നമ്മൾ ഇത്രയും നേരം വളരെ സിമ്പിൾ ആയിട്ട് ആരെയൊക്കെ മാത്രമേ എടുത്തുള്ളൂ? എത്ര ഇൻഫിൽട്രേറ്റ് ചെയ്തു, എത്ര റൺ ഓഫ് ആയി. ഇത് കൂടാതെ കുറെ ഭാഗങ്ങളിൽ നമ്മുടെ മഴ തടസ്സപ്പെടും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ലീവ്സിലൊക്കെ തങ്ങി നിന്ന് ആ വെള്ളം നമുക്ക് കിട്ടത്തില്ല. ഇന്റർസെപ്ഷൻ, ചെറിയ ചെറിയ കുഴികളിലൊക്കെ വെള്ളം ആയി കഴിഞ്ഞാൽ അതൊന്നും ഒഴുകി പോകത്തില്ല. ഇപ്പൊ നമ്മുടെ റോഡിലുള്ള കുഴികളിലൊക്കെ വെള്ളം ആയാൽ അത് അവിടെ കിടക്കത്തേ ഉള്ളൂ. അതൊന്നും നമുക്ക് എന്തായി കിട്ടത്തില്ല? ഇഫക്റ്റീവ് റെയിൻഫോൾ ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ അവരെ എല്ലാം കൂടെ ഉൾപ്പെടുത്തി പറയുന്ന ഇൻഡെക്സ് ആണ് നമ്മുടെ W ഇൻഡെക്സ്. ഇനി എന്താണ് റൺ ഓഫ് കോഎഫിഷ്യന്റ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് amount of runoff, okay, to amount of precipitation. Runoff to precipitation നമ്മൾ വിളിക്കുന്ന പേരാണ് runoff coefficient. പിന്നെ ബേസിൻ റീചാർജ്, എന്താ? നമ്മുടെ വാട്ടർ ഷെഡ് റീചാർജ് ആവുന്നു, മഴ കാരണം വെള്ളം കൂടുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേസിൻ റീചാർജ് എന്ന് പറയുന്നത്. Rate at which a soil is capable of absorbing water. Infiltration സ്ഥിരം ഇങ്ങനത്തെ ഒരു ചോദ്യം പാറ്റേൺ ആണ് കാണാൻ പറ്റുന്നത് എപ്പോഴും. സോ സോയിലിന് വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് infiltration capacity. Now, which is not a method of finding out average value of precipitation from rainfall data. അതും നമ്മൾ കണ്ടായിരുന്നു, എസ്റ്റിമേഷൻ ഓഫ് മീൻ റെയിൻഫോൾ ഡേറ്റ എന്നൊരു കൺസെപ്റ്റ്.
അപ്പൊ നമ്മൾ പഠിക്കാത്ത മെത്തേഡ് ഏതാ? തീസൺ പോളിഗൺ നമ്മൾ പഠിച്ചു. അരിത്തമെറ്റിക്കൽ മീൻ മെത്തേഡ് നമ്മൾ പഠിച്ചു. ഐസോഹീറ്റൽ മെത്തേഡ് പഠിച്ചു. ഏത് മെത്തേഡാണ് ഇല്ലാത്തത്? ജോമെട്രിക്കൽ മീൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആവറേജ് വാല്യൂ ഓഫ് പ്രസിപ്പിറ്റേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇല്ല. വാട്ട് ഈസ് ആൻ ഐസോഹീറ്റ്? പേരിൽ തന്നെ ഉണ്ട്. ഐസോ എന്ന് പറയുമ്പോൾ എന്ത് സാധനം ഐസോ വന്നാലും എന്താ? ഈക്വൽ. അപ്പോ ഐസോഹീറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ ആരായിരിക്കണം? റെയിൻഫോൾ. അതിൽ ഹീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈറ്റോഗ്രാഫ് ആണ്. റെയിൻഫോൾ ഡേറ്റ കാണിച്ചു തരുന്ന ഗ്രാഫിന്റെ പേരാണ് ഹൈറ്റോഗ്രാഫ്. അപ്പൊ ഈക്വൽ റെയിൻഫോൾ ഉള്ള പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിന്റെ പേരാണ് ഐസോഹീറ്റ്. സെയിം പ്രഷർ ഒക്കെ ആണെങ്കിൽ ഐസോബാർ എന്ന് പറയും. സെയിം എലിവേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ? കോണ്ടൂർ എന്നൊക്കെ പറയാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The formula of arithmetical mean method for calculating average precipitation on the basis of rainfall data of 5 stations. എനിക്ക് 5 സ്റ്റേഷനിലെ എന്റെ റെയിൻഫോൾ ഡേറ്റ അറിയാമെങ്കിൽ അരിത്തമെറ്റിക്കൽ മീൻ മെത്തേഡ് വെച്ച് എങ്ങനെ ആവറേജ് പ്രസിപ്പിറ്റേഷൻ കണ്ടുപിടിക്കാം? എന്തായിരുന്നു അരിത്തമെറ്റിക്കൽ മീൻ മെത്തേഡിന്റെ പ്രത്യേകത? എന്റെ കയ്യിലുള്ള എല്ലാ ഡേറ്റാസും ഞാൻ ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ? P1, P2, P3, P4, P5 ആണ് നമ്മളുടെ പ്രസിപ്പിറ്റേഷൻസ്. കാരണം 5 സ്റ്റേഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 5. സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പൊ അത് വെച്ച് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. സോ റെയിൻഫോൾ ഡേറ്റ റെക്കോർഡഡ് അറ്റ് ഡിഫറെന്റ് റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഇൻ എ catchment area are 3 centimeter, 6 centimeter, 6.5 centimeter, 7 centimeter, and 10 centimeter. Calculate average depth by arithmetic mean method. എന്താ ചെയ്യേണ്ടത്? ഡേറ്റാസ് എല്ലാം ആഡ് ചെയ്യുന്നു. 3 plus 6 plus 6.5 plus 7 plus 10 ഡിവൈഡഡ് ബൈ എത്ര സ്റ്റേഷൻസ് ഉണ്ട്? 1, 2, 3, 4, 5 സ്റ്റേഷൻസ്. സോ ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? അരിത്തമെറ്റിക് മീൻ മെത്തേഡ് പ്രകാരമുള്ള ആവറേജ് വാല്യൂ ഓഫ് റെയിൻഫോൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 6.5 സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. സോ അത്രയുമാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന എക്സ്ട്രാ കുറച്ച് പോർഷൻസും. മെയിനായിട്ട് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്തത് എക്സ്ട്രാ പോർഷൻസ് തന്നെയാണ്. നമുക്കൊരു തിയറിയിലൂടെ പഠിക്കാൻ പറ്റാഞ്ഞത് എങ്ങനെയായിരിക്കാം ഒരു പ്രോബ്ലത്തിന്റെ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, ക്വസ്റ്റ്യൻസ് ആയിട്ട് എങ്ങനെയായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്, അതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പൊ പഠിക്കാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങളൊന്ന് മനസ്സിൽ ഓർത്തു വെക്കാൻ നോക്കുക. വലിയ ബുദ്ധിമുട്ടില്ല, എന്നാലും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കുറേ അധികം ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത് കൊണ്ട് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആകും എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്ത് തന്നെ നോക്കുക. താങ്ക് യു.